പിന്നീട് കുറെ കാലം കഴിഞ്ഞ് അബ്ദുൽ മുത്തലിബിന്റെ ജീവിതത്തിൽ രണ്ടാമതൊരു സംഭവം ഉണ്ടായി. മക്കളൊക്കെ വലുതായി കഴിഞ്ഞ് രണ്ടാമത് ഒരു സംഭവം ഉണ്ടായി. അതാണ് ഹാദിസത്തുൽ ഫീൽ, ആനക്കലഹം എന്ന് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ സംഭവം. അതിന് പിന്നീട് ഒരു പശ്ചാത്തലമുണ്ട്. അബ്രഹത്ത് എന്ന് പറയുന്ന ആള് കാബയെ ആക്രമിക്കാൻ വരുന്നതിന് പിന്നീട് ഒരു പശ്ചാത്തലമുണ്ട്. അബ്രഹത്ത് യമനിലെ ഒരു രാജാവായി, എത്യോപ്യയിലെ രാജാവായിരുന്ന നജ്ജാഷി സ്ഥാനപ്പേരാണ്. പല നജ്ജാഷിമാർ വന്നു പോയിട്ടുണ്ട്. നേഗസ് എന്നറിയപ്പെടുന്ന രാജാക്കന്മാർ, പല നജ്ജാഷിമാർ കഴിഞ്ഞു. അന്നത്തെ നജ്ജാഷിയുടെ കീഴിലെ രാജാവായിരുന്നു, യമനിലെ രാജാവായിരുന്നു അബ്രഹത്ത്. യമനിലുള്ളത് അറബികളാണ്. യമനിലുള്ളത് പുരാതന അറബികളാണ്. ഖഹ്താനികൾ എന്നറിയപ്പെടുന്ന അതിപുരാതന കാലം മുതലേ അറബികളുടെ അടിസ്ഥാനം തുടങ്ങുന്നത് തന്നെ യമനിൽ നിന്നാണ്. ഖഹ്താനികൾ, അതുപോലെ ഹിമ്യർ ഗോത്രക്കാർ. വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച സബ എന്ന് പറയുന്ന അണക്കെട്ട്, മാരിബ് എന്ന് പറയുന്ന അണക്കെട്ടൊക്കെ ഉണ്ടാക്കിയ സബ എന്ന് പറയുന്ന പ്രദേശത്തൊക്കെ ജീവിച്ചിരുന്ന ആളുകൾ, അന്നു മുതൽ ഹിമ്യർ എന്ന് പറയുന്ന വംശക്കാർ അന്നുമുണ്ട്. അപ്പൊ അവരുടെ പല പ്രശ്നങ്ങളൊക്കെ കാരണം അവർക്ക് അവരുടെ രാജാവിനെ മാറ്റി നിയന്ത്രിക്കാൻ വേണ്ടി അയച്ചതാണ് ഈ അബ്രഹത്ത്. അങ്ങനെ ഈ അബ്രഹത്ത് വന്നു. അബ്രഹത്ത് സൊനാ ഇന്നും നമുക്കറിയാം യമനിന്റെ തലസ്ഥാനത്തിൽ എന്നപ്പെടുന്ന സൻആ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന സ്ഥലം. അവിടെ ഒരു ആരാധനാലയം പണിതു. അവർ ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ അന്നത്തെ മുസ്ലിങ്ങൾ എന്നൊക്കെ നമുക്ക് എണ്ണപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ ക്രിസ്ത്യാനികൾ. അന്നത്തെ ഒരു പ്രവാചകനിലൂടെ എത്തിയ ഒരു മതം എന്ന് പറയുന്നത് ഏറ്റവും പുതുതായി ക്രിസ്തു മതം തന്നെയാണല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ്. അപ്പൊ അന്ന് അവർ ക്രിസ്ത്യാനികളായിരുന്നു. അങ്ങനെ അയാൾ തീരുമാനിച്ചു ഒരു ആരാധനാലയം പറയാം. ഈ നജ്ജാഷിക്ക് സമർപ്പിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം പണിത്. അതിന് കുല്ലൈസ് എന്നായിരുന്നു അറബികൾ അതിനെ വിളിച്ചിരുന്നത്. ഈ ആരാധനാലയത്തെ കുല്ലൈസ് എന്ന്. ഒരു മനുഷ്യൻ അതിന്റെ താഴെ നിന്ന് നോക്കുകയാണെങ്കിൽ അയാളുടെ തലപ്പാവ് അഴിഞ്ഞു വീഴും. അങ്ങനെ രൂപത്തിൽ എത്തി നോക്കണം. ആ രൂപത്തിൽ നല്ല ഉയരമുണ്ടായിരുന്ന ഒരു ദേവാലയമായിരുന്നു കുല്ലൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇയാൾ സ്വാഭാവികമായിട്ട് ആഗ്രഹിച്ചു അറബികളൊക്കെ ഈ കാബയിലേക്ക് പോകുന്നതിന് വരെ ഇങ്ങോട്ട് വരണം. അപ്പൊ ഇയാൾ ഭരിക്കുന്നതും അറബികളെയാണ്, യമനിലെ അറബികളെയാണ് ഇയാൾ ഭരിക്കുന്നത്. അപ്പൊ ഈ അറബികൾക്ക് തന്നെ ഇയാൾ ഇങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ ഇതെല്ലാവരും ഇനി ഇങ്ങോട്ട് വരണം, ഇതിലേക്ക് ഹജ്ജൊക്കെ ഇങ്ങോട്ട് മാറ്റണം, ഇതിനെ പ്രദക്ഷിണം ചെയ്യണം, ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് അവിടുത്തെ അറബികൾക്ക് തന്നെ അത് ഇഷ്ടപ്പെടാത്ത സ്ഥിതി ഉണ്ടായതായി കാണാൻ കഴിയും. അയാൾ പ്രഖ്യാപിച്ചു ഇനി ഇങ്ങോട്ടേക്ക് മാറ്റണം, എല്ലാവരും കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് മാറ്റണം. അന്ന് എല്ലാ അറബികൾക്കും, അത് കേട്ട എല്ലാ അറബികൾക്കും സ്വാഭാവികമായിട്ടും നീരസമുണ്ടായി. അവരുടെ ഒരു അഭിമാനത്തിന്റെ പ്രതീകമായിരുന്ന കാബയെ മാറ്റിക്കൊണ്ട് അതിന്റെ കേന്ദ്രം ഇങ്ങോട്ട് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ, അപ്പോ ഇതിനിടയ്ക്ക് ഖുറൈശികൾക്കും ഈ വിവരം കിട്ടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഖുറൈശികളിൽ ചില ആളുകൾക്ക്, ചില യുവാക്കൾക്ക് ദേഷ്യം വന്നു സ്വാഭാവികമായിട്ട്, അവരുടെ ഇതിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രാജാവും. അപ്പൊ കിനാന ഗോത്രം നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രവാചകന്റെ പിതൃ പരമ്പര പഠിക്കുന്നത് കൊണ്ട് നമുക്കൊരു ഉപകാരമാണ്. കിനാന ഗോത്രം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇത് വേറെ ഏതും ഗോത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ പരമ്പര ഇങ്ങനെ പോയാൽ കിനാനയെ കാണാം. കിനാന ഗോത്രത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ ഒരാളാണെന്നും പറയുന്നുണ്ട്, കുറച്ച് ചെറുപ്പക്കാരാണെന്നും പറയുന്നുണ്ട്. രാത്രി ഈ ആരാധനാലയത്തിനുള്ളിൽ കയറി ഒരു മലവിസർജനം നടന്നു. എന്നിട്ട് അത് അവിടെ തന്നെ ഉപേക്ഷിച്ച ആൾ പോയി, വൃത്തിയാക്കാതെ പോയി. അത് മനഃപൂർവ്വം അവരെ ദേഷ്യം പിടിപ്പിക്കാൻ, ഇതിനുള്ള പ്രതികാരം എന്നുള്ള നിലയ്ക്ക് അയാൾ ചെയ്തതാണ്. അത് പിന്നീട് വലിയ പ്രശ്നമായി. അങ്ങനെ അബ്രഹത്തിന്റെ അടുക്കലെത്തി. അബ്രഹത്ത് പറഞ്ഞു, ഇനി കാബയെ തകർക്കാതെ ഒരു വിശ്രമം എനിക്കില്ല, ഉറപ്പായിട്ടും കാബയുടെ ഓരോ കല്ലും ഞാൻ ഇളക്കി മാറ്റും. അങ്ങനെയാണ് അബ്രഹത്ത് 10,000-10,000 വരുന്ന ആളുകളെയും കൊണ്ട്, ആനയൊക്കെ ഉള്ള ഒരു സൈന്യത്തെയും കൊണ്ട് ഈ കാബ ലക്ഷ്യമാക്കി പോകുന്നത്. അയാൾക്ക് വഴി അറിയില്ല. അപ്പോൾ യമനിൽ തന്നെയുള്ള, യമൻ എന്നൊക്കെ പുറപ്പെടുമ്പോൾ തന്നെ അവിടെയുള്ള ദൂനഫർ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ ഇയാൾക്കെതിരെ യുദ്ധത്തിന് വന്നിട്ടുണ്ട്. ഇയാൾക്കെതിരെ ഇപ്പോൾ തന്നെ അറബികളായ ആളുകൾ അയാളെ തോൽപ്പിക്കണമെന്ന് യുദ്ധത്തിന്. പക്ഷെ അത്ര വലിയ സൈന്യവും കൊണ്ടുവരുന്ന അയാളുടെ മുമ്പിൽ അവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ അയാളെ അവർ തോൽപ്പിക്കും. അതുപോലെ തന്നെ പല ആളുകളും വഴിക്ക് വെച്ച് നുഫൈൽ ഇബ്നു ഹബീബ് എന്ന് പറയുന്ന ഹസ്അം എന്ന് പറയുന്ന ഗോത്രക്കൻ, ഹസ്അം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അയാളെ എതിർക്കാമെന്ന് നുഫൈൽ. അപ്പൊ അയാളെ തോൽപ്പിച്ച് അയാളെ സൈന്യത്തിന്റെ കൂടെ കൂട്ടി. ഇവർ രണ്ടാൾക്കും ഈ നേരത്തെ പറഞ്ഞ ദൂനഫർ എന്ന് പറയുന്ന ആളെയും തോൽപ്പിച്ചു, അയാളെയും കൊല്ലണമെന്ന് കരുതി, പക്ഷെ വിട്ടു. നുഫൈൽ ബിൻ ഹബീബിനെയും പിടിച്ചു, കൊല്ലണമെന്ന് കരുതിയതാണ്, പിന്നെ വെറുതെ വിട്ടു. അതിന് പകരം
കാബയിലേക്ക് മക്കയിലേക്ക് വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞു നുഫൈലിനോട്. അങ്ങനെ നുഫൈലും വഴി കാണിച്ചുകൊണ്ടാണ് പിന്നീട് ആ സൈന്യം ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഇവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അബ്രഹത്ത് സഞ്ചരിച്ചിരുന്ന ആ സൈന്യത്തെ ഏറ്റവും വലിയ ആനയുടെ പേരൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. മഹ്മൂദ് എന്ന പേരായിരുന്നു ആനയുടെ പേര്. ഇതിലൊക്കെ സിഹത്ത്, ഇത്തരത്തിലുള്ള ചരിത്രത്തിലേക്ക് ഒരു ചരിത്ര ഒരു പ്രാമാണികത നമുക്ക് വ്യക്തമാക്കാൻ പൂർണ്ണമായി കഴിയില്ല. പേരിങ്ങനെ പറഞ്ഞു പോയതാണ്, ആ പേരിൽ വലിയ കാര്യമില്ല. അപ്പൊ അങ്ങനെ അയാളിങ്ങനെ യാത്ര വരുന്നു. വരുന്ന സ്ഥലത്തു കൂടിയുള്ള എല്ലാ അറബികളെയും തോൽപ്പിച്ചുകൊണ്ടാണ് അയാൾ വരുന്നത്. എല്ലാ അറബികളെയും കീഴടക്കിക്കൊണ്ടാണ് അയാൾ വരുന്നത്. അയാളുടെ ലക്ഷ്യം വേറൊന്നുമില്ല, കഅബ തകർക്കണം എന്നേ ഉള്ളൂ. അങ്ങനെ അയാൾ ത്വായിഫിനടുത്തെത്തി. ത്വായിഫിനടുത്തെത്തിയപ്പോൾ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, ഓരോ ഗോത്രക്കാർക്കും ഓരോ ദേവതമാരും ദേവന്മാരും ഒക്കെ ഒന്നുണ്ടായിരുന്നു. ഓരോ വിഗ്രഹങ്ങൾ, ഓരോ ആരാധനാലയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ലാത്ത എന്ന് പറയുന്നത് ലാത്ത് എന്ന് പറഞ്ഞ ത്വായിഫുകാരുടെ സ്പെഷ്യൽ ദേവനാണ്. നമ്മള് മക്കാർക്ക് ഹുബിൽ എന്ന ഒരു ആരാധന മൂർത്തി ഉണ്ടായിരുന്ന പോലെ മക്കയ്ക്കും ത്വായിഫിനും വഴിയിലുള്ള സ്ഥലത്താണ് ഈ ലാത്തിന്റെ വിഗ്രഹവും അവർക്കൊരു ആരാധനകളൊക്കെ ഉള്ളത്. അപ്പൊ ത്വായിഫിനടുത്തെത്തിയപ്പോൾ ത്വായിഫുകാർ പേടിച്ചു. അവര് വിചാരിച്ചു അവരുടെ ഈ ആരാധനയിൽ പൊളിക്കുമോ. അപ്പൊ അവര് വന്ന് സംസാരിച്ചപ്പോ പൊളിക്കൂല. അപ്പൊ അവര് ചെയ്തതെന്ന് പറഞ്ഞാൽ, നമ്മൾ രക്ഷപ്പെട്ടല്ലോ, കാബയിലേക്ക് എന്തായാലും കാബയിലേക്കാണ് പോകുന്നത്. അപ്പൊ അവര് കള്ളന് കഞ്ഞി വെച്ചു കൊടുത്ത പോലെ അബൂ റിഹാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാബയിലേക്ക് വഴി കാണിക്കാൻ വേണ്ടി ഇവരുടെ കൂടെ അയച്ചു കൊടുക്കുകയും ചെയ്തു. എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടു, ഈ കാബ എന്തായാലും ആയിക്കോട്ടെ. അബൂ റിഹാൽ എന്ന് പറയുന്നൊരു മനുഷ്യനെ കൂടെ അയച്ചു കൊടുത്തു, കള്ളന് കഞ്ഞി വെച്ചു കൊടുത്തു. അങ്ങനെ പക്ഷേ ഈ അബൂ റിഹാൽ മക്കയിൽ എത്തുന്നതിന് മുമ്പ് മരിക്കും. അയാളുടെ ഖബറ് ഈ മക്കയിലേക്കുള്ള വഴിയിലുണ്ട്. നമുക്ക് പിൽക്കാലത്ത് അറബി കവിതകളിലൊക്കെ കാണാൻ കഴിയും. ഈ അറബികളായ ഏതൊരു മനുഷ്യരും, മുസ്ലിക്കോ മുസ്ലിമോ ആരും ആയിക്കോട്ടെ, ഇതുവഴി കടന്നു പോവുകയാണെങ്കിൽ അബൂ റിഹാലിന്റെ ഖബറിലേക്ക് കല്ലെറിഞ്ഞിട്ട് പോകും, ശപിച്ചിട്ടേ പോകും. അത്രത്തോളം അയാളുടെ വെറുപ്പ് കൊണ്ട്. അപ്പൊ അയാൾ വഴിക്ക് വെച്ച് തന്നെ മരിച്ചുപോയി. പക്ഷെ നുഫൈല്, നേരത്തെ പറഞ്ഞു നുഫൈൽ ബിൻ ഹബീബ് അൽ ഖസ്അമി എന്ന് പറയുന്ന ആൾ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ അയാളുടെ പിന്നാലെയാണ് ഈ സൈന്യം വരുന്നത്. അയാളാണ് വഴി കാണിച്ചു കൊടുക്കുന്നത്.